ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്രാവശ്യം നമ്മൾ 127ാമത് ഫ്ലവർ ഷോ കാണാനായിട്ട് ഊട്ടിയിലേക്ക് പോയപ്പോൾ അവിടെ കണ്ടിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കുറച്ചധികം ബൊക്കറ്റ്സുകളാണ് കേട്ടോ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുള്ള ഒത്തിരിയധികം ഫ്രഷ് പൂക്കൾ കൊണ്ടും അതുപോലെ തന്നെ ഇലകൾ കൊണ്ടും നിർമ്മിച്ചിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള ബൊക്കറ്റ്സുകളുടെ മോഡൽസ് ഒത്തിരിയേറെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം നമ്മൾ ഈ ബൊക്കകളൊക്കെ കാണുമ്പോഴേ പെട്ടെന്ന് വിചാരിക്കുക പ്ലാസ്റ്റിക്കോ അതോ അല്ലെങ്കിൽ കടലാസ് കൊണ്ട് നിർമ്മിച്ച പൂക്കളാണെന്നാണ്, ബൊക്കറ്റ്സുകളാണെന്നാണ് കേട്ടോ തോന്നുക. പക്ഷേ നല്ല ഫ്രഷ് പൂക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ബൊക്കറ്റ്സുകളാണ് കേട്ടോ. പൂക്കൾ മാത്രമല്ല, ഫ്രഷ് ഇലകളും ചേർത്ത് നിർമ്മിച്ചതാണ് കേട്ടോ. നമ്മളെ ജീവിതത്തിൽ ഇതേവരെ കാണാത്ത ഫ്ലവേഴ്സ് നമുക്ക് ഊട്ടി ഫ്ലവർ ഷോയ്ക്ക് വന്ന് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അത് കറക്റ്റാണ്. അത് പണ്ടും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് നേരിട്ട് അനുഭവം ഉണ്ടായപ്പോൾ ശരിയാണ്. ഒത്തിരിയേറെ ഫ്ലവേഴ്സ് നമ്മൾ ജീവിതത്തിൽ അധികം പൂക്കൾ കണ്ടിട്ടില്ല. ഇവിടെ വരുമ്പോഴാണ് നമ്മൾക്ക് ഇത്രയേറെ പൂക്കൾ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണല്ലോ ഈ പൂക്കൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക. അതുപോലെ തന്നെയാണ് ഇവിടെ ബൊക്കറ്റ്സുകൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതേവരെ കാണാത്ത പൂക്കളും അതുപോലെ തന്നെ പൂക്കളുടെ കളറുകൾ, നമ്മൾ പലതരം പൂക്കൾ, റോസാപ്പൂക്കളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി പച്ച റോസ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒത്തിരിയേറെ പച്ച കളറിലുള്ള ഫ്ലവേഴ്സ് മനോഹരമായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് പൂക്കളാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഫ്ലവേഴ്സുകൾ ഇവിടെ ഞാൻ കണ്ടു. അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് ഈ ബൊക്കറ്റ്സുകൾ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഒത്തിരിയേറെ മോഡൽസൊക്കെ നമ്മൾ ഓരോ ഫംഗ്ഷനുകൾക്ക് പോകുമ്പോഴും ബൊക്കകളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ സർവ്വസാധാരണമായിട്ട് കാണുന്ന ബൊക്കറ്റ്സുകളല്ല കേട്ടോ ഇവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ഒത്തിരിയേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയ പുതിയ മോഡൽസ് ബൊക്കറ്റ്സുകളാണ്, ഫ്ലവർ ബൊക്കറ്റ്സുകളാണ് ഇവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഊട്ടി ഫ്ലവർ ഷോയിൽ കണ്ടിട്ടുള്ള കാഴ്ചകൾ. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഊട്ടി ഫ്ലവർ ഷോൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഊട്ടിയിലേക്ക് പോയിട്ടുള്ള എല്ലാ യാത്രകളുടെ വീഡിയോസും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. താങ്ക്സ് ഓൾ.